കണ്ടക്ട് ഡിസോർഡർ. ഇത് സാധാരണമായിട്ട് കുഞ്ഞുങ്ങളിലും കൗമാരക്കാരിലുമാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളുടെ തീവ്രത കുഞ്ഞുങ്ങളുടെ പ്രായവും അവർ ജീവിക്കുന്ന സാഹചര്യവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ട് 4 ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്നത്. അഗ്രസീവ് ബിഹേവിയർ, അക്രമാസക്തമായ സ്വഭാവം, വെർബൽ അഗ്രഷൻ, മോശമായ പദങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ബുള്ളിങ്, കളിയാക്കുക, ഫൈറ്റിംഗ്, അടി, പിടി, കടി, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൂടാതെ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുക. ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയാൽ വാലെ പിടിച്ച് കറക്കി ഒരു ഏറ് കൊടുക്കും. മിക്കവാറും അതിന് പട്ടിക്ക് ഇട്ട് കൊടുക്കും. പട്ടീനെ കല്ലെറിയുക, കിളികളെ ഉപദ്രവിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സ്, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, എല്ലാം നശിപ്പിക്കാനുള്ള ഒരു സ്വഭാവം. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ നമ്മുടെ കൈ കിട്ടുന്നതെല്ലാം അടിച്ചൊടച്ച് താറുമാറാക്കി കളയുന്ന ഒരു സ്വഭാവം. ഡിസൈറ്റ്ഫുൾ ബിഹേവിയർ, അമിതമായിട്ട് കള്ളം പറയുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക. വയലേഷൻ ഓഫ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ നിയമമാവാം, വീട്ടിലെ നിയമങ്ങളാവാം, സമൂഹത്തിലെ നിയമങ്ങളാവാം, ഇതിനൊക്കെ വയലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇങ്ങനെയുള്ള കുട്ടികൾ പ്രായത്തിൽ കവിഞ്ഞ സ്വഭാവം കാണിക്കും. അവർ പെട്ടെന്ന് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. സ്കൂളിലേക്കെന്നും പറഞ്ഞ് ബാഗ് എടുത്ത് പോകും. പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് സ്കൂൾ വിടുന്ന സമയത്ത് വീട്ടിലെത്തും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വഭാവം. അതുകൂടാതെ ടെമ്പർ ടാൻട്രംസ്, അമിതമായ പിടിവാശി, ദേഷ്യം, ഒട്ടും ഒബീഡിയൻ്റ് അല്ലാത്ത സ്വഭാവം, ഇത്രയുമാണ്. അതുകൂടാതെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആത്മവിശ്വാസക്കുറവ് വളരെ കൂടുതലായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകതയോട് കണ്ടേക്കണത്, ചില കുട്ടികൾ വീട്ടിൽ വളരെ ഡീസൻ്റ് ആയിരിക്കും, സ്കൂളിലോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന മേഖലകളിലായിരിക്കും പ്രശ്നക്കാരൻ. നേരെ തിരിച്ചുമാകാം. സ്കൂളിലും അവരേർപ്പെടുന്ന മേഖലയിൽ പുറത്തൊക്കെ വളരെ ഡീസൻ്റ് ആയിരിക്കും, വീട്ടിൽ ഈ കുട്ടികൾ വളരെ പ്രശ്നക്കാരായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണെന്ന്. തലച്ചോറിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ, പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതുണ്ടാകാം. അതുകൂടാതെ മാതാപിതാക്കൾ അമിതമായി ലഹരിക്ക് അടിമയാണെങ്കിൽ, ഫോൾട്ടി പേരൻറ്റിംഗ് എന്ന് പറയാം, നെഗ്ലക്റ്റഡ് ആയ ചിൽഡ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംരക്ഷണമൊക്കെ കിട്ടാതെ വളർന്നു വരുന്ന കുട്ടികൾ, മാതാപിതാക്കളുടെ അമിതമായ വഴക്ക്, ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, അതുകൂടാതെ സിംഗിൾ പേരൻറ്റിങ്, ഏതെങ്കിലും രീതിയിലുള്ള വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോയവർ, എന്തെങ്കിലും രീതിയിൽ അബ്യൂസിന്, ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം, കുറ്റബോധമില്ലാത്ത കുട്ടികൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പല കുട്ടികളും കാണിക്കാം. പക്ഷെ അതിൻ്റെ തീവ്രത, അതുകൂടാതെ ലക്ഷണങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കാരണം ഈ കുട്ടികൾ വളർന്ന് കൗമാരം വിട്ട് അഡൽട്ട്ഹുഡിലേക്ക് കയറുമ്പോൾ ഇത് വ്യക്തിത്വ വൈകല്യമായിട്ട് മാറും. ഇത് അവരുടെ വ്യക്തി ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ ഒക്കെ താറുമാറാക്കി കളയും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആ വ്യക്തി ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ ആ പ്രശ്നം തീരുവല്ലേന്ന്. ഒരിക്കലും അല്ല. അത് അടുത്ത തലമുറയ്ക്ക് അവർ കൈമാറിയിട്ട് പോകും. അടുത്ത തലമുറയ്ക്ക് കൈമാറുകയെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കുന്ന അവരുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ അവരുടെ മക്കൾ അയാളോടൊപ്പം ജീവിച്ചപ്പോൾ അനുഭവിച്ച ആ മാനസിക സംഘർഷം പിന്നീട് കഠിനമായ മാനസിക രോഗത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് കറക്റ്റായ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ പറയില്ലേ, മുളയിലേ നുള്ളുക എന്നതാണ് എൻ്റെ അഭ്യർത്ഥന.